സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായം അതിൻ്റെ 28, 29, 30 വചനഭാഗം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അല്പസമയം അടച്ച ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ച വചനദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഹൃദയത്തിനകത്തൊരു മാറ്റം വരുവാൻ, ഈ ദേശത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഭാരത്തോട്, വേദനയോടെ, കണ്ണുനീരോടുകൂടെ, ആശങ്കയോടുകൂടെ ആരെങ്കിലും ഇരുന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരാൻ പോവുകയാ. അനേകരുടെ വിടുതന്നെ തടഞ്ഞു വെച്ച, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരാതെ വണ്ണം ആ നന്മയുടെ വഴി അടച്ചു വെച്ച ചില ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി അഴിയപ്പെടേണ്ടതിന് അല്പസമയം വാ തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ വന്നതല്ല, ഇന്ന് രാത്രി ദൈവം എന്നെ യോഗത്തിനകത്ത് കൊണ്ടുവന്നതാ. ഞാൻ വന്നതുപോലെ പോകത്തില്ല. ഞാൻ ഒത്തിരി വിഷയത്തോടെ കരഞ്ഞുകൊണ്ട് അപ്പൻ്റെ സന്നിധിയിൽ വന്നു. കർത്താവേ, ഇന്നത്തെ വചനം എന്നെ ബലപ്പെടുത്തണമേ. ഇന്നത്തെ വചനം എന്നെ ശക്തീകരിക്കണമേ. ആമേ. കൈവിട്ടു പോയ ചില അനുഗ്രഹത്തെ, കൈവിട്ടു പോയ നിന്റെ തലമുറയെ, കൈവിട്ടു പോയ നിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി മടക്കിക്കൊണ്ടുവരുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ വചനം വായിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന ഉയരട്ടെ. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന ഉയരട്ടെ. പിശാചേ, എവിടെയൊക്കെയോ ദൈവമക്കളുടെ നന്മയെ നീ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൈവിക വിടുതൽ. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കർത്താവിന്റെ ജനം വന്നിരുന്ന് കരയുമ്പോൾ ഇന്ന് രാത്രി അവിടെ വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ ഇറങ്ങട്ടെ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വന്ന ദൈവജനത്തോടും ദേശത്തോടുള്ള ദൂത്, ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം, ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായി കുരുങ്ങിക്കിടക്കുന്ന ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ ചെതല് പിടിച്ച് പുറ്റുപിടിച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ഞാനൊരു വിടുതൽ പ്രാപിച്ച് ഈ ചേർ വിട്ട് എഴുന്നേൽക്കത്തുള്ളൂ എന്ന് ഉറപ്പും ധൈര്യമുള്ളവർ ഈ യോഗത്തിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ കരമടി യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അറിയുന്നൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വർഷങ്ങളായി മനോവ്യസനത്തോടു കൂടെ കരഞ്ഞ ഒരു ഹന്നയുടെ സന്ദേശം ഇന്ന് രാത്രി നമ്മൾ കേട്ടോ. വർഷങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ചില മേഖലകൾ ഇന്ന് രാത്രി ദൈവം തൊടുകയാണ്. ഹല്ലേലൂയ. കൈവിട്ടുപോയ ചില അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നിനക്ക് എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ നിന്റെ നന്മയെ അടച്ചു കെട്ടിവെച്ച ചില മേഖലകൾ ഇന്ന് രാത്രി സ്വർഗം അഴിക്കാൻ പോകുകയോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് പോരാടുന്ന, പ്രാർത്ഥിച്ചെടുത്ത നിന്റെ തീരുമാനത്തിനെതിരെ, ആ തീരുമാനത്തിനകത്ത് നിനക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണോ, നിന്നെ നിർത്താതെ വണ്ണോ, നിന്നെ ഒതുക്കി കളയുന്ന ചില പൈശാചിക അടിവേരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം. ഒറ്റപ്പെട്ട ചില മേഖലകൾ ആമേ സഹായിക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ, ആമേ പ്രിയ സഹോദരി സഹോദര, നീ കണ്ണുനീരൊഴുകി കരയുന്ന നിന്റെ വിഷയത്തിന്റെ മറുപടി ഇന്ന് രാത്രി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി, ദൈവത്തിന്റെ സറാഫുകൾ ഇറങ്ങി, ആമേ നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച ആമേ ചില മേഖലകളിൽ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ. ദേശത്തിന്റെ മേൽ അടക്കി ഭരിക്കുന്ന, ദേശത്തിൽ വാഴുന്ന, കുടികുത്തി ഹാലിൽ വാഴുന്ന ഭൂമവിഗ്രഹ ശക്തികൾ, അന്യാരാധനയുടെ പൂരുകൾ, അന്യാരാധനയുടെ മണ്ഡലങ്ങൾ, ഇന്നത്തെ തലമുറയെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പൂരുകൾ, പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക അടിമ ദുഃഖങ്ങൾ, അവയെ മദ്യപാനത്തിന്റെ ആസന്നതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പൂരുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരും. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ വേഗത്തിൽ ഒരാൾ വായിച്ച് സഹായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-14 വചനഭാഗത്തെ ഒരാൾ വായിച്ച് കേൾപ്പിക്കാം. യെസ്. നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതായിട്ടുണ്ടോ എന്ന് നീ അവളോട് ചോദിക്ക എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു, എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണമെന്ന് അവൻ ചോദിച്ചതിന് ഗ്രേഗസി പറഞ്ഞ മറുപടി, അവക്ക് മകനില്ല, മക്കളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒതുക്കപ്പെട്ടവളായി, ഒറ്റപ്പെട്ടവളായി, നിന്റെ അനുഗ്രഹത്തെ വർഷങ്ങൾ കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന പിശാചിന്റെ ആധിപത്യത്തെ ഇന്ന് രാത്രി ദൈവം പൊളിക്കാൻ പോകുകയാ. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ആമെ പുറ്റുപിടിച്ചിരിക്കുന്ന ചിലത്, ആമെ നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച ചിലത്, നിന്റെ ഉദരബലത്തെ അടച്ചു വെച്ച ചിലത് ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ദൂതിങ്ങനെയാണ്, അവൾ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നവൾ. ആരാണ് ഈ സഹോദരി? എന്താണ് അവളുടെ പ്രാർത്ഥന വിഷയം? അവൾക്ക് എന്ത് സംഭവിച്ചു? 8-ാമത്തെ വാക്യം ഒന്ന് തൊട്ടെ. ആമേൻ. ഒരു ദിവസം എലിശ ശൂന്യമിലേക്ക് പോയി. ശൂന്യം എന്ന് പറഞ്ഞ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ എലീശ എന്ന പ്രവാചകൻ ഒരു ശുശ്രൂഷയുമായി കടന്നു പോകുമ്പോൾ ആ ദേശത്ത് ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ. അവൾക്ക് മക്കളില്ല, അവൾ മച്ചിയായിരുന്നു. സ്തോത്രം. സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നവൾ എന്ന് വെച്ചാൽ പരിഹാസവും നിന്ദയും അപവാദവും കേട്ട് കേട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായി വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയവൾ. നാട്ടുകാരും രക്തബന്ധങ്ങളും സ്നേഹിതരുമെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് അവക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്താൽ വീട്ടിനകത്ത് ഒതുങ്ങിക്കഴിയേണ്ടി വന്ന ആ ശൂന്യങ്കാരത്തി മാർക്കറ്റിൽ പോയാൽ നിന്ന, ഒരു പാലുകാച്ച് നടക്കുന്ന വീട്ടിൽ പോയാൽ അമ്മ നിന്ന, ഒരു സഭയിൽ പോയാൽ നിന്ന, 4 ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെയും നിന്ന,
നിന്നയും പരിഹാസവും കേട്ട് ഒറ്റപ്പെട്ട ഒരു സഹോദരി ഒരു വീട്ടിനകത്ത് നിൽക്കുമ്പോൾ വേഗം തൂക്കിപ്പിടിച്ചതാണ്ട ആ വഴിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദൈവപുരുഷനെ അവൾ ജനാല വഴി കാണുവാനിടയായി. അവൾ പാർക്കുന്ന വീട്ടിന്റെ ജനാല വഴി അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ വിശുദ്ധ ബൈബിളും കയ്യിൽ ഏന്തിക്കൊണ്ട് ഒരു ദൈവപുരുഷൻ അതുവഴി പോകുന്നത് കാണുവാനിടയായി. ഒരുപക്ഷെ ആ സഹോദരി വീട്ടിനകത്ത് നിന്ന് അകത്തു നിന്ന് വെളിയിൽ കൂടി ഹലോ ദൈവപുരുഷനെ ഒന്ന് വരണമേ, ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ എന്ന് ആ സഹോദരി നിലവിളിച്ച് കരഞ്ഞിരിക്കാം. ഒരുപക്ഷെ ആ ദൈവദാസൻ ആ സഹോദരിയെ നോക്കി ഇങ്ങനെ പറഞ്ഞിരിക്കാം, സിസ്റ്റർ ഇന്ന് വരുവാൻ എനിക്ക് സമയമില്ല, അടുത്ത പ്രാവശ്യം ഇതുവഴി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരാം. ഹലോ, നിന്റെ മനോവ്യസനത്തെ അറിഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിശ്ചയിക്കപ്പെട്ടാൽ അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. നിന്റെ നന്മ എത്ര അകലെ കിടന്നാലും നിന്റെ അനുഗ്രഹത്തെ പിശാച് നിനക്ക് തടഞ്ഞു വെക്കാൻ കഴിയത്തില്ലടാ. ദൈവമാണ് അതുവഴി ഒരു ദൈവവൃത്തിനെ കൊണ്ടുവന്നെങ്കിൽ, ദൈവമാണ് അതുവഴി എലീശായെ കൊണ്ടുവന്നെങ്കിൽ നിന്റെ ചരിത്രം മാറാൻ പോകുകയാ. നിന്റെ വിടുതലിന്റെ സമയമാ 2025. ഈ 10ാം മാസം എന്റെ സമയമാണ്. ഈ 10ാം മാസത്തിൽ ഞാനൊരു വിടുതൽ പ്രാപിക്കാം. കരമടിച്ചു ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഹല്ലേലൂയ എവിടെ പ്രാർത്ഥിക്കുന്നവർ എവിടെ തല കുനിക്കേണ്ടി വന്നോ, പ്രാർത്ഥിക്കുന്നവർ എവിടെ നിന്ന് കേൾക്കേണ്ടി വന്നോ, ആ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും രക്തബന്ധങ്ങൾ ഹല്ലേലൂയ നിന്നെ മാറ്റി നിർത്തിയാലും, നീ പ്രസവിച്ചവൾ നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചാലും, നിന്റെ ഹല്ലേലൂയ ചോരയിൽ ജനിക്കപ്പെട്ട നിന്റെ തലമുറ നിനക്കെതിരെ തിരിഞ്ഞു നിന്നാലോ, നീ സേവിക്കുന്ന ദൈവത്തിന് മുമ്പിൽ കരയുക. അവൻ നിനക്ക് വേണ്ടി ചിലരെ ഉപയോഗിക്കും. ദൈവത്തിന്റെ തീ കത്തട്ടെ, ദൈവത്തിന്റെ തീ കത്തട്ടെ. ചില കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ അടിയട്ടെ. ചില കുടുംബങ്ങളിൽ മന്ത്രവാദി കെട്ടിവെച്ചത്, ശകുനവാദി പറഞ്ഞു വെച്ചത്, നേർച്ച ഇട്ട് വെച്ചത് യേശുവിന്റെ നാമത്തിൽ ചിലരുടെ തലമുറകളിൽ നിന്ന്, ചിലരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് ചിലരുടെ നന്മ വിട്ട് അടിയട്ടെ. Right now. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുന്നുണ്ടെന്നേ. അല്ലെങ്കിൽ കാരണം ദൈവം അയച്ചൊരു മനുഷ്യൻ അതുവഴി പോയെങ്കിൽ ആ ശൂന്യങ്കാരത്തി ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനോട് പറയുക, അച്ഛാ ഇതുവഴി കൂടെ കൂടെ പോകുന്ന ഒരു ദൈവപുരുഷനെ കണ്ടു, അയാൾ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു. ഹലോ, അഭിഷേകമുള്ളവൻ നിന്റെ ഭവനത്തിൽ കാല് വെച്ചാൽ, നിന്റെ ഭവനത്തിൽ വന്ന് ഒരു ദൂത് പറഞ്ഞാൽ പരിശുദ്ധാത്മാ പറയോ, നിന്റെ സമയമായി. ആരൊക്കെയോ ഒതുക്കപ്പെട്ട്, ആരൊക്കെയോ നിന്ന് കേട്ട് ഒറ്റപ്പെടലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ ഇതുവഴി കൂടെ കൂടെ പോകുന്ന അയാൾ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, അഭിഷേകമുള്ള ഒരു പ്രവാചകൻ എലീശ ആ വഴി കടന്നുപോയപ്പോൾ ആത്മാവ് അവിടെ ഹൃദയത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ദൂതിങ്ങനെയാണ്, വർഷങ്ങൾ കൊണ്ട് നിന്റെ അനുഗ്രഹത്തെ കുരുക്കിയിട്ടിരിക്കുന്ന, പുറ്റുപിടിച്ചിരിക്കുന്ന ചില ആഭിചാരത്തിന്റെ കറകൾ ഇന്ന് രാത്രി വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ പുരക്കകത്ത് നിന്ന്, നിന്റെ ശരീരം വിട്ട്, നിന്റെ നന്മ വിട്ട്, നിന്റെ ബിസിനസ് വിട്ട് ഇന്ന് രാത്രി അഴിഞ്ഞിറങ്ങട്ടെ. എനിക്കറിയാം ഈ ദൂത് വീട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ചില ബന്ധനത്തിന് ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കുകയാ.
കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അവളുടെ ഭർത്താവ് വന്നപ്പോൾ ശൂന്യങ്കാരത്തി ഭർത്താവിനോട് പറഞ്ഞു, അടുത്ത തവണ ഇതുവഴി ആ ദൈവപുരുഷൻ കടന്നു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൂത് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ വീട്ടിൽ അദ്ദേഹം കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശൂന്യങ്കാരത്തെ ഭർത്താവിനോട് പറയുക, അച്ഛാ, നമുക്ക് നമ്മുടെ ചുവരോട് ചേർന്നൊരു മാളിക മുറി വെച്ചുണ്ടാക്കണം. ആമേൻ. പഴയതല്ല കൊടുക്കേണ്ടത്. ദൈവപുരുഷൻ വീട്ടിൽ വന്നാൽ ഒന്ന് വിശ്രമിക്കേണ്ടതിന് നമ്മൾ ചുവരോട് കൂടി ഒരു മാളിക മുറി ദൈവദാസന് നമ്മൾ വെച്ചുണ്ടാക്കണം. അതിലൊരു മേശയും ഒരു നാൽക്കാലിയും മേശയും ഒരു നിലവിളക്കും അവിടെ നമ്മൾ വെക്കണം. കണ്ടോ, കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി നീ ചിലത് ഒരുക്കപ്പെട്ടാൽ, നീ ഒരുക്കി കൊടുത്താൽ, ആ ഹൃദയത്തെ ഒന്ന് ഒരുക്കി കൊടുത്താൽ, ഇന്ന് രാത്രി ചില വിടുതലുകൾ നിന്റെ പുരക്കകത്ത് കയറി വരാൻ പോവുകയാ. യെസ്, ദൈവമയക്കപ്പെട്ട എലീശ വരുന്നുണ്ട്. നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ച, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച ചില ദുഷ്ട വ്യാപാരത്തെ ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോവുകയാ. സ്തോത്രം, 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 സ്തോത്രം. എലീശ ശൂന്യങ്കാരത്തിയുടെ ഭവനത്തിൽ വന്നു. ദൈവപുരുഷൻ നോക്കുമ്പോൾ ഇതുവരെ കയറിയിട്ടാത്തൊരു മാളിക മുറി കണ്ടു. അതിനകത്തൊരു മേശ, ഒരു ഹല്ലേലൂയ നിലവിളക്ക് അതിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്നത് കാണുവാനിടയായി. എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ സഹോദരി എന്തോ ഒരു മനവ്യസനത്തോടെ, ഒരു വലിയ ഭാരത്തോടെ ഈ പട്ടണത്തിൽ പാർക്കുന്നവളാ. അവൾ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ അവക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. ഹലോ, അജി ബ്രദറെ, ദൂത് വരുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നിന്റെ ഭവനോ ഈ മുറ്റവ് യേശുവിന് വേണ്ടി നീ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അവൻ കൂടെ ഉള്ളവർ നിന്നവരും പരിഹാസം വരും, ഒറ്റപ്പെടൽ വരും. അവൻ മനുഷ്യനെ നോക്കരുത്. നീ കണ്ടിറങ്ങിയത് എന്റെ ദൈവത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. കരമുയർത്തി കർത്താവ് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എലീശ പ്രവാചകൻ വരുന്നുണ്ട്. ആമേനേക്ക് ഹല്ലേലൂയ. ആമേ ഭർത്താവിനോട് പറഞ്ഞ ദൂത് ഇതാണ്, കൂടെ ഇതുവഴി കടന്നു പോകുന്ന ഇയാൾ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ചുവരോട് ചേർന്നൊരു മാളിക മുറി, അതിനകത്തൊരു മേശ, ഒരു നാൽക്കാലി, ഒരു നിലവിളക്ക് അതിനകത്ത് ഒരുക്കി വെക്കണം. അയാൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ കയറി പാർക്കുമ്പോൾ നമ്മുടെ നന്മ വെളിപ്പെടും. വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. സുന്ദരരൂപനേ വന്ദിതനാഥനേ മാറനാഥാ. സുന്ദരരൂപനേ വന്ദിതനാഥനേ മാറനാഥാ. നിക്ഷേപം നീ തന്നെയാ
Praise the Lord. Hallelujah. അമ്മാമ്മ പായൊക്കെ വിരിച്ച് പാട്ടൊക്കെ പാടി താളം പിടിച്ചിരിക്കുക. ഇതാണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ ദൈവപുരുഷനും ശിഷ്യനും കൂടി വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. ഹലോ, വീട്ടിൽ ആളുണ്ടോ? ആമേൻ. അമ്മാമ്മ പറയാ, പ്രൈസ് ദി ലോർഡ്, ദൈവപുരുഷനെ കയറി വരിക. ഓ, പ്രൈസ് ദി ലോർഡ്. നീ കർത്താവിന് വേണ്ടി ഒരുക്കി കൊടുത്തതിന്റെ ദൈവം കണ്ടോണ്ടിരിക്കുകയാ. നീ കഴിഞ്ഞ എത്രയോ നാളുകൾക്ക് മുമ്പ് നന്മ പ്രാപിക്കേണ്ടവളായിരുന്നു. എന്നാൽ നിന്റെ അനുഗ്രഹത്തെ മറച്ചു വെച്ച പിശാചിന്റെ മടയിലേക്ക് ദൈവം ഒരു ദൈവപുരുഷനെ പറഞ്ഞു വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി എലീശ വീട്ടിലെത്തി നോക്കുമ്പോൾ വളരെ മനോഹരമായ ഫുഡൊക്കെ ഉണ്ടാക്കി, മുറി അലങ്കരിച്ച് ദൈവത്തിന് തുല്യം ആ ദൈവപുരുഷൻ അവിടെ വിശ്രമിച്ചു. ആ വിരുന്ന് സൽക്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം വാക്യം 13 വന്നു. എലീശ പ്രവാചകൻ തന്റെ അരിമ ശിഷ്യനായ ഗ്രേഗസിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഇത്ര താല്പര്യത്തോടെ നമുക്ക് വേണ്ടി ചിലത് കരുതി, എന്നാൽ അവക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു സഹായം നമുക്കും ചെയ്തു കൊടുക്കണം. ഓ, സ്തോത്രം. പറ. ഇല്ലായ്മ നിന്നത് ദൈവത്തിന് വേണ്ടി എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ വെറും കൈയോടെ ഇന്ന് രാത്രി മടക്കി അയക്കത്തില്ല. നീ കർത്താവിന് ആരാധന കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ ദൈവസേനയിൽ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവസേനയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കരച്ചിന്റെ മറുപടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. വാക്യം വായിച്ചേ, 13 വാക്യം വായിച്ചേ വേഗത്തിൽ. 13, 14 വേഗത്തിൽ ഒന്ന് സഹായിച്ചേ. യെസ്. നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് ശൂന്യങ്കാരത്തിയോട് നീ ചോദിക്ക എന്ന് എലീശ ഗ്രേഗസിയോട് പറയുകയാ. സ്തോത്രം. എന്റെ ദൈവത്തോട് ഇന്ന് രാത്രി നിന്റെ വിഷയം എന്തെങ്കിലും പറയാനുണ്ടോ? പറ. ഒന്നിലധികം ഭാരവുമായി, ഒന്നിലധികം വേദനയുമായി ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ. ഈ ഭൂമിയിൽ മനുഷ്യർ നിന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ട ചില വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുമ്പോൾ പ്രാർത്ഥിച്ച് തുറക്കപ്പെടുന്ന ചില വാതിലുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ചില നന്മകൾ തുറക്കാൻ പോകുകയാ. ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ചോ. നിന്റെ ആവശ്യം ഹല്ലേലൂയ ദൈവം അറിഞ്ഞു, നിന്റെ വിഷയം ദൈവം അറിഞ്ഞു, നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു. ഇന്ന് രാത്രി എന്റെ സഹോദരങ്ങളെ, നിനക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. എല്ലാ വർഷവും നിന്നെ ചവിട്ടി ചവിട്ടി നിന്നെ ഒരു നിന്ദാപാത്രമാക്കി ഇട്ടിരിക്കാൻ ശത്രുവിന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്കൊരു വിജയമുണ്ട്, നിനക്കൊരു സമയമുണ്ട്. അത് 2025 ഈ 10-ാം മാസം ഈ 11-ാം തീയതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കണമെന്ന്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നീ അവളോട് ചോദിക്ക. ഗ്രേഗസിയുടെ മറുപടി കേൾക്കണോ? എന്താ ഗ്രേഗസിയുടെ മറുപടി? എന്നാൽ അതാണ് വിഷയം. സ്വത്രം പറ. അവക്ക് എന്തില്ലാമേ? അവക്ക് മക്കളില്ല. അതൊരു വിഷയം.
കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് വർഷങ്ങളായി തലമുറയില്ലാതെ ഒറ്റപ്പെട്ടൊരു കുടുംബം ഒരു ദേശത്ത് പാർക്കുമ്പോൾ 4 സൈഡിൽ നിന്ന് ഏറ് വരും. ആമേ, കല്ലുകൊണ്ടുള്ള ഏറല്ല, വാ കൊണ്ടുള്ള ഏറ. നിനക്ക് രസിക്കാത്ത, നിനക്ക് താങ്ങാൻ കഴിയാത്ത, ആമേ, നിനക്ക് സഹിക്കാൻ കഴിയാത്ത കുത്തുവാക്കുകൾ വീട്ടിനകത്തു നിന്നും പുറത്തു നിന്നും വരുമ്പോൾ ഇനി ജീവിക്കേണ്ട, മരിച്ച മതിയെന്ന് ചിന്തിച്ച പലരെ എനിക്കറിയാം. ഇന്ന് രാത്രി മടുത്ത ആ ദൂതുകൾ, ആ വർത്തമാനം കേട്ട് മടുത്തുപോയ ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ മുറുകെ പിടിച്ചോ. കർത്താവ് ഒരു അനുഗ്രഹം നിന്റെ ഉദരത്തിലേക്ക് തരാൻ പോകുകയാ. നിന്റെ ഭവനത്തിൽ, അത് നിന്റെ തലമുറയിൽ, നിന്റെ പ്രിയപ്പെട്ടവനിൽ. യെസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി വേഗത്തിൽ ചില വിടുതൽ നടക്കാൻ പോകുകയാ. വേഗത്തിൽ ചില വിടുതൽ നടക്കാൻ പോകുകയാ. ആമേ, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ആമേ ഹാലെ പരാജയപ്പെടുത്തത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർത്തി ആമേ ദേശത്ത് പട്ടണത്തിൽ കൂടി നടക്കുക. നീ സേവിക്കുന്ന ദൈവം ആരെന്ന് നമ്മൾ ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില പള്ളിക്കാരൊക്കെ പറയും, ഇത് പെന്തിക്കോസുകാരുടെ പരിപാടിയാ, ആളെ ചേർക്കാനും ആളെ കൂട്ടാനും ഉള്ള പരിപാടി എന്ന് പറയും. ഒരു കെട്ടുകഥയല്ല ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. എന്നെ വിടുവിച്ച കർത്താവിനെയാ ഞാൻ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. നീ എവിടെയൊക്കെ തളർന്നു പോയോ, എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയോ, ആരൊക്കെ നിന്നെ തരം താഴ്ത്തിയാല്, മനുഷ്യർ നിന്നെ തരം താഴ്ത്തിയാല് എന്റെ ദൈവം അതിനെ അനുവദിച്ചു കൊടുക്കത്തില്ല. ശൂന്യങ്കാരത്തിയേ, നിന്റെ സമയം തെളിയുന്നുണ്ട്. ആ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. 14-ാം വാക്യം. ആമേൻ. 14-ാം വാക്യം ഒന്ന് വായിച്ചേ. യെസ്. ഗ്രേഗസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിനപ്പുറം നിന്ന കേൾക്കാൻ ഇതിലപ്പുറം ഇനി വല്ലതും വേണോ? പുള്ളിക്കാരി നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയാ. ഭർത്താവാണെങ്കിൽ വൃദ്ധന. സ്വത്രം. ഹല്ലേലൂയ. ഇതാണ് കുഴപ്പം. ഈ ആളുകളെ കണ്ട് എന്ത് ചെയ്യും? അലക്സ് ബ്രദറെ, ആളുകളെ മുഖം നോക്കി എന്ത് ചെയ്യും? മാർക്കിടും. സ്വത്രം. എൻ്റെ പുറകിലിരിക്കുന്ന ഈ പാസ് എന്നെക്കാലം തലമുടി നരച്ചതാ. പക്ഷെ ഞാൻ ആത്മാവിൽ പറയും, എന്നെക്കാലം ആരോഗ്യമുള്ള മനുഷ്യനാ. അങ്ങനെ കാണാവൂ. നമ്മൾ കൂടെ നിൽക്കുന്നവരാരെ നമ്മൾ വില കുറച്ചെന്ത് ചെയ്യരുത്. പക്ഷെ ഈ ലോകത്തിലെ മനുഷ്യൻ അങ്ങനെയാ കാണുന്നത്. അവരുടെ പുറം നോക്കി വിലയിരുത്തും. എന്നാൽ ദൈവം പുറമേ നോക്കി വിലയിരുത്തുന്നവനല്ല, നിന്റെ ഹൃദയത്തിൻ്റെ അകം നോക്കി വിലയിരുത്തുന്നവനാ. കാരണം വിളി ഉള്ളവൻ ഇന്ന് രാത്രി, വിളി ഉള്ളവൾ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേ ദൂത് പിടിച്ചെടുത്തോ. അടുത്ത മാസം ഇവിടെ നീ കാല് കുത്തുന്നതിന് മുമ്പ് ഈ ദൂതിൻ്റെ നിവർത്തി വെളിപ്പെടും. അങ്ങനെ തന്നെ പറയാ. ദൂത് സ്വീകരിച്ചോ. ഹല്ലേലൂയ. ആമേ. കാരണം നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു എലീശ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില വിടുതൽ നടക്കാൻ പോകുകയാ. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരാൻ പോകുകയാ. ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരാൻ പോവുകയാ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. കണ്ടോ? നിലവിളികൾ വീടുകളിൽ ഉയർന്നാൽ അതിൻ്റെ മറുപടിയും ഉടനെ വരും. ശൂന്യങ്കാരത്തേക്ക് നന്മ കിട്ടിയോ? ശൂന്യങ്കാരത്തേക്ക് നന്മ കിട്ടി. എങ്ങനെ? വിളിക്കാവളെ. അവൾ മനോവ്യസനത്തോടെ വാതിലിന്റെ അടുക്കൽ വന്നു നിന്നു. താഴത്തെ വാക്യം വായിക്കുമ്പോൾ, എന്റെ യജമാനനെ, വായിച്ചേ, അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ. ഇത് കേട്ട ഉടനെ നമ്മുടെ അമ്മാമ്മയുടെ പ്രതികരണം എന്നായിരുന്നു? മുഖത്ത് നോക്കി ദൂത് വന്നു. പാസ്റ്ററെ, ദൂത് വന്നു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ പ്രസവിക്കും. ഇത് കേട്ട ഉടനെ ശൂന്യങ്കാരത്തിയുടെ പ്രതികരണം എന്നായിരുന്നു? വായിച്ചേ.
സ്വോത്രം പറ. ഇത് ഞാൻ കുറെ പറ. ഇത് ഞാൻ കുറെ ഇപ്പൊ കേട്ടതൊരു പുതുമ. മനസ്സിലായില്ല? ഇപ്പൊ കേട്ടതൊരു പുതുമ. കുറെ വർഷം കൊണ്ട് ഞാനിത് ഒത്തിരി കൃപാപര പ്രാർത്ഥന്മാർ വന്ന് തലയിൽ വെച്ച് തല കുലുക്കിയിട്ടൊക്കെ പറഞ്ഞ് ആമേ നന്മ ഉണ്ടെന്നാ പറഞ്ഞ്, പക്ഷെ പുറത്ത് വരുന്നില്ല, അകത്തിരിക്കുക. സ്വത്രം പറ. ഹല്ലേലൂയ. ഞാൻ പറയാ, ദൈവം നിന്നോടൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വെളിപ്പാട് നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ശിരസിൽ കൈവച്ചൊരു ആലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അത് നടന്നിരിക്കുക. ഇനി പിശാച് ഏതെങ്കിലും അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചാൽ ദൈവം ഒരുവനെ നിന്റെ കുടുംബത്തിൽ പോസ്റ്റ് ചെയ്യും. അമ്മാമ പറഞ്ഞത് എന്നതാ? അടിയനോട് ഫോഷ്ക്ക് പറയരുതേ. അവൾ സ്വജനത്തിന്റെ മധ്യേ പരിഹാസവും നിന്ദയും പീഡയും ഉപദ്രവങ്ങളും കല്ലേറുകളും നാവുകൊണ്ടുള്ള കല്ലേറുകളും കേട്ട് സഹിച്ച് ശൂന്യൻ ദേശത്തിൽ കിടക്കുന്ന സഹോദരിയോട് എലീശ പറഞ്ഞ ദൂത് അവക്കങ്ങോട്ട് അങ്ങ് പിടിച്ചില്ല. ഒന്ന് വായിച്ചേ താഴോട്ട്. അടുത്ത വാക്യത്തിൽ അവൾ മനോവസനത്തോടെ അല്ല, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. അതിനവൾ അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ അടിയനോട് ഫോഷ്ക്ക് പറയരുതേ എന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞില്ല. അടുത്ത് തുറന്നത് ഓറവയാ. വർഷങ്ങൾ കൊണ്ട് നീ പ്രാർത്ഥിച്ച് കരയുന്ന വിഷയത്തിന്റെ മറുപടി. ദേശത്ത് പാർപ്പിക്കത്തില്ലെന്ന്, നിന്റെ കുടുംബത്തിൽ പടുത വലിച്ചു കെട്ടി, ടാർപ്പ വലിച്ചു കെട്ടി, കസേര കൊണ്ടുവന്ന് കരിങ്കൊടി കെട്ടുമെന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലുള്ള ഒന്നിൻ്റെ ഫോട്ടോ പോസ്റ്റേലും മതിലേലും ഒട്ടിച്ചു വെക്കുമെന്ന് പറഞ്ഞ് പിശാച് താണ്ഡവമാടിയല്ലേ. പക്ഷെ അതിൻ്റെ നടുവിൽ ഇതുപോലത്തെ മീറ്റിങ്ങിൽ ദൈവദാസന്മാർ ഒരു കുടുംബത്തിൽ ദുർമരണം സംഭവിക്കരുത് കർത്താവേ, അത് നീങ്ങിപ്പോകണമെന്ന് ബല കൊടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ കരിങ്കൊടി വന്നില്ല. പുണ്യങ്കാരത്തിക്ക് പിറ്റേ വർഷം ഇതേ സമയമായപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. ഇതാണ് ദൂത്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം. കണ്ടോ, ഞാൻ പറയാം, നീ വില കൊടുത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ വില കൊടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ മനുഷ്യരുടെ ഇടയിൽ തല കുനിച്ച് നടക്കുവാനോ ഇരിക്കുവാനോ അനുവദിക്കത്തില്ല. തല നിവർത്തി ദൈവം എന്നെ മാനിച്ചു, സിസ്റ്റർ, ബ്രദർ, ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് ഒന്ന് കൈ കൊടുത്ത് ഹല്ലേലൂയ പറയുവാനുള്ള അവസരത്തെ ദൈവം ഒരുക്കാം. ഹല്ലേലൂയ. അടുത്ത ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഒരു ദൈവദാസനുമായി കണക്ട് ചെയ്ത് ഒരു ദൂത് പറയാൻ പോവുക. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ 1.5 സെന്റിൽ ഒതുക്കിയ ഒരു കഥ. അദ്ദേഹത്തിന് 2 വീലറുണ്ട്, 4 വീലറുണ്ട്. എവിടെ ഇടും? ഒന്ന് നേരെ നടന്നു പോകാൻ വഴിയില്ല. എന്നാൽ പ്രാർത്ഥിച്ച് കരഞ്ഞ ദൈവദാസന്റെ വീട്ടിൽ കയറാൻ തമ്പുരാൻ ആദ്യം വഴിവെട്ടി. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ പ്രവചനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചേ താഴോട്ട്. 2 ശമൂവേൽ 6:1 മുതൽ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും 30,000 വിരുദ്ധന്മാരും അവിടേക്ക് പുറപ്പെട്ടു. ഇനി ഇതിന്റെ സംഭവം ഓടിച്ച് പറയാം.
എന്റെ പാസ്റ്ററെ, കുന്നിന്മേലുള്ള അബീനാദാവിന്റെ വീട്ടിൽ പെട്ടകം ഇരിക്കുക. അവര് 2 ആൺപിള്ളേരുണ്ട്. ആരൊക്കെയെന്നറിയോ? പിള്ളേരുടെ പേര് പറ. പേര് പറഞ്ഞേ. ഉസായും അഹിയോബും. ഈ 2 പേരും അബീനാദാവിന്റെ മക്കളാ. ഇവന്റെ ബാലെ യഹൂദയിൽ നിന്ന് പെട്ടകം കെരൂബുകളിൽ അധിവസിക്കുന്നവനായ യഹോവയുടെ നിയമപ്പെട്ടകം കുന്നിന്മേലുള്ള അബീനാദാവിന്റെ വീട്ടിൽ ഇരിക്കുക. പെട്ടകം വീട്ടിൽ വെച്ചിട്ട് അപ്പനും മക്കള് കണ്ടതുപോലെ ജീവിക്കുന്ന നടക്കുന്നേ. സ്തോത്രം പറ. വീട്ടിൽ ആരാധനയും ഉപവാസവും വെച്ചിട്ട് ഇന്നത്തെ മക്കൾ വാല ഓല നടക്ക. ആടി ഉറപ്പാ. ഇത് കുഞ്ഞുകളിയല്ല. അലക്സ് ബ്രദറെ, അബീനാദാവ് ഒരു സമ്പന്നനാ. തമ്പുരാൻ അവന്റെ സകല അക്കൗണ്ടും ക്ലോസ് ചെയ്തു, ബിഗ് സീറോ ആക്കി. ഒരു ദിവസം അബീനാദാവ് ഒരു പുസ്തകത്തിൽ എൻ്റെ ഭാവനയിൽ അങ്ങ് പറയാ, ഒരു വെളിച്ചപ്പാടത്തിൽ അടുക്കെ ചെന്ന് ആലോചന ചോദിച്ചു. വെളിച്ചപ്പാടത്തി ആലോചന പറഞ്ഞു, കെരൂബുകളിൽ മീതെ അധിവസിക്കുന്നവനായ യഹോവയുടെ നിയമപ്പെട്ടകം നിന്റെ വീട്ടിൽ ഇരിക്കുന്നതാണ് ശാപം. ഇത് ചുമന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുവയ്ക്കണം. ഇതിനെ അവിടെ നിന്ന് മാറ്റിയാൽ നീ രക്ഷപ്പെടും. ആരാ പറഞ്ഞേ? ഭൂതം. ഭൂതം പിടിച്ച എത്ര പേര് വീട്ടില്? അപ്പനും മക്കളും. സത്യം പറഞ്ഞില്ല. ആരുടെ ആലോചന കേട്ടെ? ലോകത്തിലുള്ള വെളിച്ചപ്പാടം വെളിച്ചത്തികളുടെ ആലോചന, ദുരാലോചന. സ്വത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ അത് കേൾക്കാൻ പോവുക. സ്വത്രം. ചിലവരെ സാധനം കൊണ്ടുവച്ചിട്ട് ഇത്ര വർഷം കൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വരും. 2-3 എണ്ണത്തിനെ പൊക്കി ക്യാമറയിൽ കൂടി. സ്വത്രം പറഞ്ഞ ആരെയും പേര് പറയുന്നില്ല. സ്വത്രം. ഒന്ന് സ്വത്രം പറ. കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് വെച്ചതിനെയൊക്കെ പൊക്കി. കാരണം സേവക പഴയ പാരമ്പര്യ ശക്തികളെ കൊണ്ട് നടക്കുന്ന ചില അച്ചായന്മാരുണ്ട്, ചില പുള്ളിക്കാരുണ്ട്. പോട്ടെ, നമ്മൾ പരിപാടി അതല്ല. അബീനാദാവിന്റെ വീട്ടിൽ ഇരുന്ന പെട്ടകം. ഇനി ആ രാജ്യത്തിലെ രാജാവാണ് ആര്? ദാവീദ്. ദാവീദും അബീനാദാവും തമ്മിൽ നല്ല ടൈഫാ, നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. സ്വത്രം. ഒരിക്കൽ അബീനാദാവ് ദാവീദ് രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെട്ടകം ഇവിടെ നിന്ന് എടുത്തു മാറ്റണം. ഇതാരുടെ വകയാ? യഹോവയുടെ നിയമപ്പെട്ടകം. ഇത് വന്ന നാള് മുതൽ എൻ്റെ വീട്ടിൽ പ്രശ്നം ആരംഭിച്ചു. ആമേൻ. അബീനാദാവ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, ഈ പെട്ടകം കുന്നിന്മേലുള്ള ബാലയഹൂദിയിൽ നിന്നും കുന്നിന്മേലുള്ള അബീനാദാവിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തോണ്ട് വരുവാൻ 30,000 വിരുദ്ധന്മാർ. ഒന്ന് വായിച്ച സഹോദരി. അനന്തരം ആരാ ഈ വിരുദ്ധന്മാർ? അറിയോ? ഈ വിരുദ്ധന്മാർ ആരാ? കണ്ട കുലപാതകന്മാർ, കണ്ട ആഭാസന്മാർ, കുടിയന്മാർ, പറഞ്ഞാൽ അനുസരിക്കാത്ത, ലോകമോഹങ്ങളിൽ ജീവിക്കുന്ന കണ്ട വിരുദ്ധന്മാരായ 30,000 പേരെ കർത്താവിന്റെ നിയമപ്പെട്ടകം കൊണ്ടുപോകാം. 30,000 വിരുദ്ധന്മാർ, കുലപാതകന്മാർ, മോഷ്ടാക്കന്മാർ, പിടിച്ചുപറിക്കാരായ 30,000 വിരുദ്ധന്മാർ. സ്തോത്രം. തീർന്നില്ല. ദാവീദും അവന്റെ സകല ജനവും ഇപ്പോൾ അബീനാദാവിന്റെ വീട്ടിൽ വന്ന് പെട്ടകമെടുത്തു. പെട്ടകം പുതിയൊരു വണ്ടിയിൽ കയറ്റി. വണ്ടി ഏതാ? കാളവണ്ടി.
സ്തോത്രം. സംശയമുണ്ടോ? സംശയമുണ്ടോ? വണ്ടി കാളവണ്ടി. ആ, ഈ ദാവീദ് രാജാവിനെയും 30,000 വിരുദ്ധന്മാരെയും ദാവീദിന്റെ ജനത്തെയും കണ്ടപ്പോൾ ഉസയും അഹിയോബും ഭയങ്കര ഭക്തി അങ്ങ് കൂടി. ഇവന്മാരെന്ത് ചെയ്യുന്നറിയാമോ? രാജസന്നിധി കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയിൽ കെരൂബുകളുടെ മേൽ അധിവസിക്കുന്നവനായ യഹോവയുടെ നിയമപ്പെട്ടകം പുതിയ വണ്ടിയിൽ കയറ്റി. ഉസ പുറകിലും അഹിയോബ് ഫ്രണ്ടിലും. സ്തോത്രം. ഇനി കലാപരിപാടി അറിയണ്ടേ? തപ്പ് തപ്പ്, ആ സകലവിധ വാദ്യ നാദങ്ങൾ, കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം, കാവടിയാട്ടം. മനസ്സിലായില്ലേ? ഒന്നുകൂടി വായിച്ചേ, നാട്ടുകാർ കേൾക്കണ്ട. വായിരൊന്നുകൂടി. ആ, കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം. എല്ലാവനും പൈന്റും കോട്ടറും അടിച്ചോണ്ടാ നിൽക്കുന്നത്. റോഡല്ല അവന്റെ ഉപ്പാപ്പന്മാരെ പതിച്ചു കൊടുത്തിരിക്കുന്ന പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഈ കലാപരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴി നമ്മളെ വണ്ടി വരെ തടഞ്ഞു വെക്കും. യുവമാര PWയുടെ റോഡല്ല, യുവമാര കയ്യിലായി മാറും. ഈ വർഷത്തിൽ ചില ഇടങ്ങളില്ല, എല്ലാ സ്ഥലത്തും അല്ല. ഒന്ന് സ്വത്രം പറ. നീ ആരുടെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനെന്ന് പറഞ്ഞ് അവനെങ്കിലും ഈ ദൂത് കേട്ടോണ്ട് എൻ്റെ ഇടയ്ക്കിൽ വന്നാൽ ഞാൻ അവനെ നോക്കിക്കൊള്ളാം, കണ്ടോളാം. സ്വത്രം. കാരണം എൻ്റെ കൂടെ ഉള്ള ആളെ ഇവിടെ മണ്ണിലിരിക്കുന്ന ദൈവമല്ല, വിണ്ണിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ധൈര്യം ഉറപ്പുണ്ടാച്ചാ. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ പറന്നു പോകാൻ ഇരിക്കുന്നവരാ. ഇനി വേറെ ഒരുത്തം വന്ന് നമ്മളെ കൊണ്ടുപോകണേ കൊണ്ടുപോട്ടെ. ഒന്ന് സ്വത്രം പറഞ്ഞേ. അപ്പൊ എന്തൊക്കെ സഹോദരി കലാപരിപാടികൾ? കിന്നരം, വീണ, തപ്പ്, മുരജം, നാഗസ്വരം, വീണ, കാവടിയാട്ടം, മുടിയെഴുന്നേൽപ്പ്, എല്ലാ പരിപാടിയും ആമേൻ 30,000 ബിരുദന്മാർ ഒരുക്കി. രാജാവ് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു. ഇതെല്ലാം കൂടി എടുത്ത് നേരെ ആമേ സ്തോത്ര ഹല്ലേലൂയ നല്ല വാദ്യ നാദങ്ങളോട് കൂടെ നാഹോന്റെ കളം വഴി വരികയാ. സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം. ഒന്ന് വായിച്ചേ. ആ, അവർ നാഗോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ അവിടെ നിൽക്കണം. അമ്മച്ചിയേ, കാള വരണ്ടെന്ന്. എവിടെ വെച്ചാ? നാഗോന്റെ കളത്തിങ്കൽ വെച്ച് കാള വരണ്ടു. കാരണം ദൈവം തന്റെ ദൂതനെ അവിടെ ഇറക്കി കാളയെ വരട്ടി. കാള വരണ്ടപ്പോൾ ആമെ പെട്ടകം ചരിഞ്ഞപ്പോൾ ദാവീദ് കണ്ടോണ്ട് നിൽക്കുന്നത് കൊണ്ട് ഉസ്സ കയറി പെട്ടകത്തെ പിടിച്ചു. തമ്പുരാൻ വെട്ടിയിട്ടവിടെ. എന്റെ ദാസനെതിരെ, എന്റെ ശുശ്രൂഷയ്ക്കെതിരെ, മുറ്റത്ത് കൺവെൻഷനെതിരെ തിരല് ചൂണ്ടുന്ന, അസഭ്യം പറയുന്ന നിന്നെ തൊടും ദൈവം. ഒന്ന് വായിക്കാമോ? അങ്ങനെ സംഭവം ഉണ്ടോ അതിനകത്ത്? ഒന്ന് വായിര്. നാഗോന്റെ കളത്തിലെത്തി. അപ്പൊ വണ്ടി ഏതാ? കാളവണ്ടി. ആ, ഉസ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസായുടെ നേരെ ജ്വലിച്ചു. ഇന്ന് രാത്രി ദൈവത്തിനെതിരെ, പരിശുദ്ധാത്മാവിനെതിരെ വാ തുറക്കുന്നവനെ ദൈവം വെട്ടും. ഓ, ദൈവത്തിന് കോപം ജ്വലിക്കും. ആമേ. ഹല ദൈവദാസന്മാരെ, ദൈവമക്കളെ, ആലയങ്ങളെ ഹാലലിയ കളിയാക്കുന്നവർ, സുവിശേഷത്തിന് വിരോധമായി ശബ്ദമുണ്ടാക്കുന്നവർ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ കോപം ജ്വലിക്കും. ഞാൻ ഇങ്ങനെയൊന്നും പറയാനല്ല എഴുന്നേറ്റ്, എന്നാൽ എന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിക്കുക ഇന്ന് രാത്രി.
ഞാൻ പ്രസംഗം കുറിച്ച് വെച്ചോണ്ട് വന്നല്ല പ്രസംഗിക്കുന്നേ. നാഗോന്റെ കളത്തിലെത്തിയപ്പോൾ കാള വരണ്ടു. ഉസകേറി പെട്ടകത്തെ പിടിച്ചു. യഹോവയുടെ കോപം ജ്വലിച്ചു. ആമേ, അബീനാദാവിൻ്റെ ഒന്നിനെ തമ്പുരാൻ അവിടെ വെച്ച് സംഗ്രഹിച്ചു കളഞ്ഞു, കൊന്നു കളഞ്ഞു. നിങ്ങൾക്കറിയോ, നാഹോന്റെ കളത്തിൻ്റെ തൊട്ടപ്പുറത്ത് മാറി 1.5 സെന്റിൽ കുറച്ച് വർഷമായി ഒരു ദൈവദാസൻ വന്ന് ഒരു ചെറ്റക്കുടിൽ വെച്ച് കിടക്കുക. അവൻ്റെ പേര് ഓബത്തേദോമെന്ന് പറയും. അവിടെ വന്നപ്പോൾ അച്ഛ ഒരടി വഴി തരാവോ, എൻ്റെ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ഇതുവഴി പോകാനാ. തൊട്ടടുത്ത് മുള്ളുവേലി കെട്ടി വെച്ചിരിക്കുക. ഇതൊന്നും ബൈബിളിലില്ല, എൻ്റെ ഭാവനയിൽ അങ്ങ് പറയുക. ആമേൻ, ആമേൻ, സ്തോത്രം. 100 രൂപയ്ക്കുള്ള വെള്ള ഷർട്ട് ഉജാല മുക്കി തേച്ചിട്ടുകൊണ്ട് പോകുമ്പോൾ അത് മുള്ളിൽ കയറി പിടിച്ചാൽ അത് വലിഞ്ഞു പോകും. ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോണേ സുവിശേഷ വേലയ്ക്ക്. ആ പ്രദേശത്ത് വന്നപ്പോൾ ഒത്തിരി നിന്ന കേൾക്കേണ്ടി വന്നു, ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു. തമ്പുരാൻ ഹല്ലേലൂയ അവനെ കൈവിട്ടില്ല. 1.5 സെന്റിനകത്തൊരു വീട്. ആമേൻ, ഒറ്റ ഹോള, ഒരു മൂലയിൽ കഞ്ഞിയും, ആമേ സ്തോത്ര ഹല്ലേലൂയ, ആമേ സ്തോത്ര, ആഹാരവും പാകം ചെയ്യും. അടുത്ത മൂലയിൽ പിള്ളേർ കിടന്നുറങ്ങും. അടുത്തൊരു മൂലയിൽ വസ്ത്രങ്ങൾ ഇട്ടിരിക്കും. അടുത്ത 4ാമത്തെ മൂലയിൽ പ്രാർത്ഥന. പോകാൻ വഴിയില്ല. നാഗോന്റെ കളത്തിൽ 30,000 ബിരുദന്മാരെയും പുതിയ വണ്ടി കാളവണ്ടിയെയും ദാവീദിന്റെ ആളുകളെയും ദാവീദിനെ തമ്പുരാൻ പിടിച്ചു നിർത്തി. ഉടനെ ചത്ത ഉസയുടെ അപ്പൻ അബീനാദാവ് എന്ന് പറയുക, ഇവിടെ അന്യഭാഷ പറഞ്ഞു ഒരുത്തൻ ഈ ദേശത്ത് കയറി അന്ന് മുതലാണ് എൻ്റെ വീട്ടിൽ ശാപം വന്ന് കയറിയെന്ന്. കാരണം ദാവീദിനെ വിളിച്ചു വരുത്തി യവനെ ഒതുക്കാനാ. ആരെ? പ്രാർത്ഥിക്കുന്ന ഓബത്തേദോമിനെ. സ്വത്രം പറ. അല്ല, എവിടെ നിന്ന് എങ്ങാണ്ടോ വന്നു കയറിയ ഒരുത്തൻ, ഇവിടെ ജനിച്ച് വളർന്ന ഒരുത്തനും കഴിയാത്തത് കൊണ്ട് എവിടുന്നോ വന്നു കയറിയ ഒരുത്തൻ 3 വർഷം കൊണ്ട് ആമെ ഹാല് 2-3 പെട്ടിയും കൊണ്ട് വെച്ചിട്ട് ആമെ ഞങ്ങൾക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല. ഒന്ന് സ്വത്രം പറഞ്ഞേ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. നാട്ടുകാർ പറയുക ഇവിടെ ഉള്ള ഒരുത്തിനും ഒന്നും കഴിഞ്ഞില്ല. ഒരു വരുത്തം വന്നിട്ട് 3 വർഷം കൊണ്ട് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചു. സ്വത്രം പറ. എടാ, നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ദൈവം വരുത്തനെ കൊണ്ടുവരും. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടി ഏന്തി ഇംഗില സിന്ദാബ എന്ന് വിളിച്ചു നടന്ന ഒരുത്തനെ ദൈവം തെരഞ്ഞെടുത്ത് ഈ കറുത്ത ബൈൻഡിട്ടുള്ള പുസ്തകം എടുത്തുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുവാൻ എന്നെ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരന് എനിക്ക് പേടിയില്ല. കാരണം എന്റെ രാഷ്ട്രീയ നേതാവ് യേശു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്വത്രം. പണ്ട് റബ്ബർ കാട്ടിന്റെ ഇടയിൽ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പം പേര് പറഞ്ഞു വിളിച്ചു. സ്വത്രം. എന്നിട്ടും ചെന്ന് കയറിയില്ല. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ എവിടെ കൂടെയൊക്കെ ആരൊക്കെ ഉപയോഗിച്ച് എവിടെയോ കൊണ്ട് വെച്ചു കൊടുത്തു. സ്വത്രം. അങ്ങനെ കയറി പിടിച്ചതാ ഈ ലഹരി. വെച്ച് നിർത്താൻ പറ്റുന്നില്ല. നാളെ ഇനി വടശ്ശേരിക്കര ചിറ്റാറില്ല, വെളുപ്പാങ്കാലം പോകണം. മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, പാസ്റ്റേ വരുമോ കാലം? ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ എത്തും, ജീവൻ ഉണ്ടെങ്കിൽ എത്തും എന്ന് സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ നാഗോന്റെ കളത്തിന്റെ അപ്പുറത്ത് ഒരു ചെറ്റക്കുടിൽ വെച്ച് കിടക്കുമ്പോൾ അവനെ പട്ടണത്തിൽ നിന്ന് ഓടിക്കാൻ നോക്കിയവനാണ് ആമേ സ്തോത്ര. ഹല്ലേലൂയ. ആമേ സ്തോത്ര. ആരാ? അബീനാദാവ്. അബീനാദാവ് ഓടി ദാവീദ് രാജാവിന്റെ അടുക്കൽ വന്ന് പറയുക, രാജാവേ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു കുടുംബം അപ്പുറത്ത് താമസിക്കുക. ഇതെന്തായാലും ശപിക്കപ്പെട്ട പെട്ടകം, ഇതിനെ എടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചു കൊടുക്കാം. അവനും അവന്റെ പിള്ളേരും കൂടി ചത്തുപോട്ടെ, ചോദിക്കാൻ ആരുമില്ലല്ലോ. ദാവീദ് പറഞ്ഞു അത് നല്ല കാര്യം. ഇനിയിപ്പോ ഇത് ശപിക്കപ്പെട്ട കാരണം ഒരു മരണം ദാവീദ് കൺമുന്നിലെ കണ്ടു. ഇനി ഇതിനെ കൊണ്ട് കൊട്ടാരത്തിൽ വെച്ച പറ കുറെ എണ്ണം തീരും. അതുകൊണ്ട് ഇവനും അവന്റെ ഭാര്യ പിള്ളേരും ചത്തുപോകട്ടെ. ദാവീദ് പറഞ്ഞു 30,000 ബിരുദന്മാര് കേട്ടോ,
പിന്നെ ദാവീദിന്റെ കൂടെയുള്ള ആളുകൾ, ഇവന്മാർക്ക് എല്ലാവർക്കും ഈ ദൈവദാസന്റെ വീട്ടിൽ ചെല്ലണമെങ്കിൽ ആദ്യം വഴിവെട്ടി. നിന്റെ ഞെരുക്കത്തം അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. സ്വത്രം പറഞ്ഞില്ല. നിന്നെ ഞെരുക്കി വെച്ചിരിക്കുന്ന ഒരല്പം പോലും വിട്ടുതരാതെ, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അല്പം പോലും ഭൂമി വിട്ടുതരാതെ മാമെ വാരി പിടിച്ച് ഇറുക്കി കെട്ടി വെച്ചിരിക്കുന്ന അച്ചാച്ചാ, ഹല്ലേലൂയ, നീ പോകുമ്പോൾ 6 അടി മണ്ണേ പോകത്തുള്ളൂ, 6 അടി പോകത്തില്ല കേട്ടോ. പിള്ളാരുടെ പിള്ളാര് ആമെ ഇങ്ങോട്ട് വരുമ്പോൾ നീയും നിന്റെ മകനൊന്നും കാണത്തില്ല. അടാ അത് ഉപ്പാപ്പന്റെ കല്ലറയടാ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. JCB കൊണ്ട് വന്നിട്ട് എല്ലാം കൂടെ തോണ്ടി വാരും. എന്നിട്ട് അപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉപ്പാപ്പന്റെ കല്ലറ. ആ അസ്ഥി എല്ലാം കൂടി പറക്കി വേറെ എവിടെയെങ്കിലും ഒരു കുഴി എടുത്തുകൊണ്ട് താക്കും. അവിടെ 2 നില വീട് പണിയും. ശരിയല്ലേ? ഇതെവിടെന്നാ പാർശ്വ ഇതൊക്കെ വരണേന്ന് ഒന്ന് സ്വത്രം പറഞ്ഞേ. അലക്സേ, റോഡ് വെട്ടി. ഈ ദൈവദാസനും കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ ജനത്തിന്റെ ആരാവാരവും വഴിവെട്ടലും ഈ ഹല്ലേലൂയൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. പുള്ളി വീട്ടിൽ ഇറങ്ങി നോക്കിയപ്പം വഴിവെട്ടുന്നുണ്ട്. 30,000 ബിരുദന്മാർ ദാവീദ് രാജാവ് ആമേ ദൈവദാസന്റെ വീട്ടിലേക്ക് വരുക. ഉടനെ അടുപ്പിൽ ആ ഒരു മൂലയിൽ കഞ്ഞി തിളച്ചോണ്ടിരിക്കുക. ഭാര്യയോട് പറഞ്ഞു, ഡീ ആ കഞ്ഞിപ്പാത്രം എല്ലാം കൂടെ മുറ്റത്തെടുത്ത് വെക്കാൻ പറഞ്ഞു. വീട്ടിനകത്ത് കിടന്ന സകല സാധനവും വാരി പുറത്തിട്ടു. പിള്ളാരെ വിളിച്ചുകൊണ്ട് ദൈവദാസൻ ഓബദേദോം വീട്ടിന് പുറത്തിറങ്ങി കൊടുത്തു. യഹോവയുടെ പെട്ടകം കൊണ്ട് ദൈവദാസന്റെ വീട്ടിൽ വെച്ചു. ദൈവം അവനെ കരമടിക്കാൻ പറ്റുമെന്ന് കരമടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 മാസം കഴിയുമ്പോൾ അവസ്ഥ മാറാൻ തുടങ്ങി. ദൂത് കേൾക്കുന്ന ദൈവവൈദ്യല്, നിന്നെ ആര് ഒതുക്കിയാലോ, ആര് നിന്ദിച്ചാലോ, ആര് അവഗണിച്ചാലോ നിന്നെ വിടത്തില്ല. നിന്റെ കണ്ണുനീര് സ്വർഗത്തിലുണ്ട്. കരമടിച്ചു കരമടിച്ചു കരമടിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ദൈവം, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. കരമടിച്ച് ദൈവസേനയിൽ ആരാധിച്ചേ. യെസ്, എല്ലാവരും എഴുന്നേറ്റേ, എല്ലാവരും എഴുന്നേറ്റേ. പ്രൈസ് ദി ലോർഡ്. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മണൽവാടിയാക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ.
പരിശുദ്ധാത്മാവ് അവിടെ നൽകി കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ.